നമസ്കാരം, NCTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡ്രൂ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പൊന്നോണത്തെ വരവേൽക്കാൻ ഓണവിപണി ഉണർന്നു. വിവിധയിടങ്ങളിൽ പൂക്കൃഷി വിളവെടുപ്പ് നടത്തി. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും നൽകുന്ന ഉത്സവ ഭത്തയിൽ വർധനവ്. പെൻഷൻകാർക്ക് 2500 രൂപയും അനുവദിച്ചു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തതിൽ തൃക്കൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയുർവേദ, ഹോമിയോ, ആയുഷ്, വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഓണവിശേഷങ്ങളുമായി പൊന്നോണം വരവായി. മലയാളം ചൊല്ലും നാട്, കരനീളെ തുമ്പപ്പൂവ്, ചിരി തൂകി പഴമകളിരിലെ തിരുവോണം വിടര. പൊന്നോണം വരവായി. പൊന്നോണത്തെ വരവേൽക്കാൻ ഓണവിപണി ഉണർന്നു. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓണവിപണി സജീവമാവുകയാണ്. വമ്പൻ ഓഫറുകളും ആകർഷക സമ്മാനങ്ങളുമാണ് വിപണിയിൽ കാത്തിരിക്കുന്നത്. ഓണച്ചന്തകളും വിപണനമേളകളും ആരംഭിച്ചിരിക്കുകയാണ്. ഓണാഘോഷത്തിന് രുചി പകരാൻ ഉപ്പേരിയും പായസ വിപണിയും ഒരുങ്ങി. അത്തം മുതൽ തന്നെ തൃക്കാക്കരയപ്പൻ എത്തിത്തുടങ്ങി. തൃക്കാക്കരയപ്പൻ നിർമ്മാണത്തിൽ സജീവമാണ് കൊടകര കുംഭാരത്തറയിലെ കുടുംബങ്ങൾ. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ വിജയശ്രീ കുടുംബശ്രീയുടെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വടങ്ങം അനു പനങ്കോടൻ, കൃഷി ഓഫീസർ ദീപ ജോണി, കൃഷി അസിസ്റ്റന്റ് ലിഷ, കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രസന്ന ഷാജു, CDS അംഗം രാജി, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മറ്റത്തൂർ പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടപ്പാക്കിയ പൂഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്ത പൂകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം MS സുമേഷ്, കൃഷി ഓഫീസർ ദിവ്യ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CV ശ്യാമള, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ സന്നിഹിതരായി. വനിതകൾക്കും കർഷകർക്കും ഒക്കെ ഒരു വരുമാനം നൽകുന്ന രീതിയിലേക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെണ്ടുമല്ലി തൈക്കളുടെ പദ്ധതി നമ്മൾ വെച്ചിട്ടുള്ളത്. ഇവിടെയുള്ളവരും പേരെടുത്ത് പറയാത്തവരുമായിട്ടുള്ള എല്ലാ നല്ല മനുഷ്യർക്കും നമസ്കാരം. CDSന്റെയും കൃഷി വകുപ്പിന്റെയും സഹായത്തോടുകൂടി ഈ പദ്ധതി ഇവിടെ ആരംഭിക്കുകയുണ്ടായി. അമ്പലൂർ കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി അനന്തകൃഷ്ണൻ നമ്പൂതിരി ആദ്യ വിൽപ്പന നടത്തി. ഉത്രാടം വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ പഴം, പച്ചക്കറികൾ, ഉപ്പേരി, അച്ചാറുകൾ, തുണിത്തരങ്ങൾ, കളിമൺ പാത്രങ്ങൾ എന്നിവയാണ് പ്രധാനമായും ലഭ്യമാവുക. പുതുക്കാട് താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി നടത്തിയ ഓണാഘോഷം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓണക്കോടികളുടെ വിതരണവും നിർവഹിച്ചു. കൂടാതെ സുസ്ഥിര പദ്ധതിക്ക് വരന്തരപ്പള്ളി ഞാറ്റുവീട്ടിൽ വേണുഗോപാൽ നൽകിയ വാഹനത്തിന്റെ താക്കോൽ സൊസൈറ്റി പ്രസിഡന്റ് P തങ്കത്തിന് MLA കൈമാറി. കൂടാതെ പാലിയേറ്റീവ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർ K ഉഷാകുമാരിയുടെ കൊച്ചുമകൾ 8 വയസ്സുള്ള ഇലിയ ഇക്കുറിയും തന്റെ കുടുക്കയിലെ സമ്പാദ്യം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് നൽകാനായി KK രാമേന്ദ്രൻ MLAക്ക് കൈമാറി. ചടങ്ങിൽ P തങ്കം അധ്യക്ഷയായി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വാർഡംഗം സെബി കൊടിയൻ, ഡോക്ടർ KP ലീന, ഡോക്ടർ CN നളിനി, ജോസ് തെക്കേത്തല, CN വിദ്യാധരൻ എന്നിവർ പ്രസംഗിച്ചു. മലയാളം ചൊല്ലും നാട്, കരനീളെ തുമ്പപ്പൂവ്, ചിരി തൂകി പഴമകളിരിലെ തിരുവോണം വിടര. പൊന്നോണം വരവായി. മറ്റു വാർത്തകളിലേക്ക്. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും നൽകുന്ന ഉത്സവ ഭത്തയിൽ വർധനവ്. 7000 രൂപയാണ് ഉത്സവ ഭത്തയായി വിതരണം ചെയ്യുക.
പെൻഷൻകാർക്ക് 2500 രൂപയും അനുവദിച്ചു. കഴിഞ്ഞ വർഷം ജീവനക്കാർക്ക് 6000 രൂപയും പെൻഷൻകാർക്ക് 2000 രൂപയും ആയിരുന്നു നൽകിയിരുന്നത്. ഏജന്റുമാരും വിൽപ്പനക്കാരും അടക്കം 35,000 പേരാണ് സംസ്ഥാനത്തുള്ളത്. 26.67 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും 7000 രൂപ ഉത്സവ ഭത്ത, പെൻഷൻകാർക്ക് 2500 രൂപ. ഏജന്റുമാരും വിൽപ്പനക്കാരും അടക്കം 35,000 പേരാണ് സംസ്ഥാനത്തുള്ളത്. 25 കോടി രൂപ ഒന്നാം സമ്മാനവും 1 കോടി രൂപ വീതം 20 പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും 50 ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം 5 ലക്ഷവും 2 ലക്ഷവും 4ഉം 5 സമ്മാനങ്ങളും 500 രൂപ അവസാന സമ്മാനവുമായി തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന ഹിറ്റായി മാറുന്നു. 23 ലക്ഷത്തിന് മേൽ ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റ് തീർന്നിട്ടുണ്ട്. നിലവിൽ അച്ചടിച്ച ടിക്കറ്റുകളിൽ ഭൂരിഭാഗവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. മുൻവർഷം ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനാർഹരായത് തിരുപ്പൂർ സ്വദേശികളായ 4 പേരാണ്. കോഴിക്കോടാണ് ഈ ടിക്കറ്റ് വിറ്റത്. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്കും ലഭിച്ചിരുന്നു. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോട്ടയം, വൈക്കം, ആലപ്പുഴ, കായംകുളം, പാലക്കാട്, കണ്ണൂർ, വയനാട്, ഗുരുവായൂർ, തൃശൂർ, പത്തനംതിട്ട എന്നിവിടങ്ങളിലാണിത്. ഇക്കുറി പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ഫാദർ ഫെഡറിക് എലുവത്തിങ്കൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കാർമ്മികനായി. ഫാദർ ഡൊമിനിക് തലക്കോടൻ തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:45-നും 7:15-നും വിശുദ്ധ കുർബാന നടക്കും. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ രാജു അക്കര കാർമ്മികത്വം വഹിക്കും. ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകുന്നേരം 4:30-ന് ഫാദർ ഡിറ്റോ കൂള കാർമ്മികനായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. 15-ന് 8ാം വിട ചടങ്ങുകൾ നടക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് റിൻഡോ കാവല്ലൂർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിൻ ഷാജു മുഖ്യ പ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം സെക്രട്ടറി അഖിൽ മേനോൻ, നിയോജക മണ്ഡലം ഭാരവാഹികളായ വിനോദ് ഞാറ്റൂർ, അക്ഷയ് ആന്റണി, ജോസ് പോൾ, റെനീഷ് നെന്മണിക്കര, ആൽബിൻ സ്റ്റാൻലി, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ, മണ്ഡലം ഭാരവാഹികളായ ശ്രീനാഥ്, ഷിംസൺ, ജോബി, സജീഷ്, ജോമോൻ, രദീപ്, അംബു മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത്, സുനി മുളങ്കാടൻ, ഷെന്നി പനക്കാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, അജീഷ് മുരിയാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. അവരോടായി പറയുന്നു വാക്കും കേട്ട് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകളിൽ നമുക്കറിയാം, ഒരു വീട്ടമ്മ പരാതി കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടമ്മയ്ക്ക് നേരെ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഇന്ന് വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയുർവേദ, ഹോമിയോ, ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പിൻ്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. രക്തപരിശോധന, മരുന്ന് വിതരണം, ബോധവൽക്കരണ ക്ലാസ്, യോഗ പരിശീലനം എന്നിവയും ഉണ്ടായി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ്മാൻ ഭാരത്, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, വയോജനങ്ങൾക്കായുള്ള ആയുഷ് മെഗാ ക്യാമ്പ് ബുധനാഴ്ച സംഘടിപ്പിക്കും. രാവിലെ 10-ന് വരാക്കര ഡൊമിനിക് സാവിയോ ഹാളിൽ നടക്കുന്ന ക്യാമ്പ് അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ജിജോ ജോൺ അധ്യക്ഷനാകും. 60 വയസ്സിന് മുകളിലുള്ളവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വാർദ്ധക്യകാലത്ത് ഉണ്ടാവുന്ന രോഗങ്ങൾക്കുള്ള ഫിസിയോതെറാപ്പിയുടെ ഡെമോൺസ്ട്രേഷനും ക്യാമ്പിൽ ഉണ്ടായിരിക്കും. അർഹമായ ബോണസ് വെട്ടിക്കുറയ്ക്കാനുള്ള ഓട്ട് കമ്പനി ഉടമകളുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ ഓട് വ്യവസായ തൊഴിലാളികൾ സെപ്റ്റംബർ 8-ന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ചേരുന്ന കൺവെൻഷനിൽ വിവിധ യൂണിയൻ നേതാക്കളായ എ വി ചന്ദ്രൻ, ആന്റണി കുറ്റൂക്കാരൻ, പി ജി മോഹനൻ,
പി ഗോപിനാഥൻ, NN ദിവാകരൻ, PK പുഷ്പാകരൻ, KM അക്ബർ എന്നിവർ സംസാരിക്കും. ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ 3 തവണ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ എറണാകുളത്ത് വിളിച്ചു ചേർത്ത ചർച്ചയിലും ബോണസ് ഗണ്യമായി കുറവ് വരുത്തണമെന്ന നിലപാട് ഓട്ട് കമ്പനി ഉടമകൾ സ്വീകരിച്ചതോടെയാണ് CITU, INTUC, AITUC, BMS യൂണിയൻ പ്രതിനിധികൾ യോഗം ചേർന്ന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത്. സ്വർണ്ണമോഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആൻ ജുവൽസ് മണ്ണമ്പേട്ടയിൽ ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും. മണ്ണമ്പേട്ട പള്ളിക്ക് സമീപം രാവിലെ 10-ന് ജോംസ് ആർക്കേഡ് ബിൽഡിംഗിലാണ് സ്ഥാപനം ആരംഭിക്കുന്നത്. സ്ഥാപന ഉടമയുടെ മാതാപിതാക്കളായ ഇഗ്നീഷ്യസ്, അന്നമ്മ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. ഭാരതീയ വിദ്യാനികേതൻ തൃശ്ശൂർ ജില്ലാതല ശാസ്ത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക വിദ്യാലയത്തിന്റെ കീഴിലുള്ള നാഷണൽ ഇന്നവേഷൻ ഫൗണ്ടേഷൻ മുൻ വൈസ് ചെയർമാനും വിജ്ഞാന ഭാരതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിഭാവാണിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ NP രാജീവ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിലെ മാനേജർ TK സതീഷ് ദീപപ്രജ്വലനം നടത്തി. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സംയോജകവുമായ ശ്രീകാന്ത് ഗുരുപദം, ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി MV വിനോദ്, ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സയൻസ് ഫെയർ ജനറൽ കൺവീനറും കൊടകര സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പലുമായ റോഷൻ P നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് അവരുടെ പേരിൽ ആരംഭിക്കാൻ കഴിയുന്ന നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ് സുകന്യ സമൃദ്ധി യോജന അഥവാ SSY. സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചുള്ള സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. ഓരോ പാദത്തിലും സുകന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്കുകൾ പുതുക്കാറുണ്ട്. ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ സുകന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് 8.2%. പദ്ധതിയുടെ നിയമപ്രകാരം പെൺകുട്ടികൾക്ക് മാത്രമാകും അക്കൗണ്ട് ആരംഭിക്കുവാൻ സാധിക്കുക. മാത്രമല്ല 3 പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് 2 പേരുടെ പേരിൽ മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. ബാങ്കുകൾ മുഖേനയോ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നോ സുകന്യ സമൃദ്ധി യോജനയിൽ ചേരാൻ സാധിക്കും. മകൾക്ക് 18 വയസ്സ് തികയുമ്പോൾ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ അക്കൗണ്ടിൽ നിന്നും തുക പിൻവലിക്കാം. ഇനി നിക്ഷേപത്തിൻ്റെ കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ 2024 നിക്ഷേപം ആരംഭിച്ചെന്ന് കരുതുക. മകൾക്ക് 5 വയസ്സാണെന്നും കരുതുക. എല്ലാ മാസവും 4000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ പലിശ എത്ര രൂപ ലഭിക്കും? 2024 നിക്ഷേപം ആരംഭിച്ചാൽ 2045 നിങ്ങൾക്ക് നല്ല റിട്ടേൺ ലഭിക്കും. നിങ്ങൾ എല്ലാ മാസവും 4000 രൂപ ലാഭിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 48,000 രൂപ നിക്ഷേപിക്കാൻ കഴിയും. 15 വർഷത്തേക്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കണം. ഇതുപ്രകാരം 2045 സുകന്യ സമൃദ്ധി യോജനയിൽ 7,20,000 രൂപ നിക്ഷേപിക്കും. 21 വർഷത്തിന് ശേഷമുള്ള കാലാവധി കഴിയുമ്പോൾ, അതായത് 2045 നിങ്ങൾക്ക് 15.14 ലക്ഷം പലിശ ലഭിക്കും. കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് നിക്ഷേപിച്ച തുകയും പലിശ തുകയും ഒരുമിച്ച് ലഭിക്കും. അത് മൊത്തം 22,34,000 രൂപ ആയിരിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള നെടുപുഴ ഹെർബർട്ട് നഗർ ITIയിൽ 2 വർഷത്തെ NCVT അംഗീകൃത കോഴ്സായ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ 6 സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള പട്ടികജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ സ്ഥാപനവുമായി ബന്ധപ്പെടണം. ഫോൺ 7594059670. തൃശൂർ മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റിൽ എൻഡോക്രൈൻ സർജറി ക്ലിനിക് തുടങ്ങുന്നു. സങ്കീർണമായ എൻഡോക്രൈൻ ശസ്ത്രക്രിയകൾ ആവശ്യമുള്ള രോഗികൾക്ക് ക്ലിനിക്കിന്റെ സേവനം ഉപയോഗപ്പെടുത്താം. എല്ലാ ശനിയാഴ്ചകളിലും എൻഡോക്രൈൻ സർജറി OP ഡോക്ടർ രഞ്ജിത്ത് ചെറിയാൻ ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,720 രൂപയും പവന് 53,760 രൂപയും രേഖപ്പെടുത്തി. വരാക്കര ചിറയത്ത് ചേലിയക്കര ജോണി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. എൽസിയാണ് ഭാര്യ. സിജോ, ലിജോ, ബിജോ എന്നിവർ മക്കളും. റിൻസി, സീതു, സിനീജ എന്നിവർ മരുമക്കളുമാണ്.
കല്ലൂർ ചുണ്ടേലപ്പറമ്പിൽ വീട്ടിൽ പരേതനായ രാഘവൻ ഭാര്യ മീനാക്ഷി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ പള്ളൻ ശ്രീധരൻ ഭാര്യ സരള അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സംഗീത് മകനും വിഭിഷ മരുമകളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് കാക്കനാട്ട് കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് പന്തലുവളപ്പിൽ പള്ളി ഭാര്യ ഓമന അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജേഷ്, പരേതയായ രാഗി എന്നിവർ മക്കളും സന്തോഷ്, സുജിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പൊന്നോണത്തെ വരവേൽക്കാൻ ഓണവിപണി ഉണർന്നു. വിവിധയിടങ്ങളിൽ പൂക്കൃഷി വിളവെടുപ്പ് നടത്തി. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും നൽകുന്ന ഉത്സവ ഭത്തയിൽ വർധനവ്. പെൻഷൻകാർക്ക് 2500 രൂപയും അനുവദിച്ചു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തതിൽ തൃക്കൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയുർവേദ, ഹോമിയോ, ആയുഷ്, വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.